بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم നമ്മൾ വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അടുത്ത നിസ്കാരാവുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ് പറഞ്ഞു. അപ്പൊ തന്നെ കുളിക്കലില്ലെങ്കിൽ റോഗം ചെയ്തിട്ടായിരിക്കണം പിന്നെ ബാക്കി ഉറങ്ങുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യാനും ചെയ്യാൻ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. وفي ذرة الفاخرة للغزالي إمام തങ്ങളുടെ കിതാബിലുണ്ട് അൻ ഗൈരി വാഹിദി മിനൽ മൗത മരണപ്പെട്ട ഒന്നിലധികം ആളുകളെ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട ഒരു സംഭവം. അന്നഹു റുഇയ ഫിൽ മനാമി സ്വപ്നത്തിൽ ഒരാളെ കാണിക്കപ്പെട്ടപ്പോൾ ഫഖീല ലഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു കൈഫ ഹാലുക എന്താണ് നിങ്ങളുടെ മരണശേഷമുള്ള അവസ്ഥ എന്തൊക്കെയാണ്? ഖബറിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അവസ്ഥ എന്താ? അപ്പൊ ഫഖാല ഈ മരണപ്പെട്ട ആൾ പറയാണ് സ്വല്ലൈതു യൗമൻ ഞാൻ ഒരു ദിവസം നിസ്കരിച്ചു പോയി ബിലാ വുദു ഇല്ലാതെ. എന്തോ കാരണം വുദു ഇല്ലാതെ എനിക്ക് നിസ്കാരം നിസ്കരിക്കേണ്ടി വന്നു. ഫൗക്കില അലൈഹി അതിന്റെ കാര്യത്തിൽ ഒരു ചെന്നായനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക. യറബിഉനി ഫി ഖബരി എന്നെ ഖബറിൽ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുക. എപ്പോഴും എന്റെ മേത്ത് ഇങ്ങനെ ചാടാൻ നിൽക്കണം, അതിങ്ങനെ കടിച്ചു കീറാൻ നിൽക്കണം, അതിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു സന്തോഷത്തില് ഖബറിൽ കിടക്കാൻ വയ്യ, ഇതെപ്പോഴും ചാടി വീഴും എന്നുള്ളൊരു പേടിയിലാണ് ഇതിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫഹാലി മാഹൂഫി സൂര്യ ഹാലി എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രയാസകരമായ ഒരു അവസ്ഥയുള്ളത്. ഖബറിൽ ഒരു സന്തോഷത്തോടും കൂടെ കിടക്കാൻ എനിക്ക് കഴിയില്ല. എപ്പോഴും വേറെ അതാപൊന്നുമില്ല, പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ഒരു ഒന്നും ഇല്ലാതെ നിസ്കാരം നിർവഹിക്കേണ്ടി വന്നു. അത് കാരണം ഈ ഒരു ചെന്നായനെ അങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മറ്റൊരാളെ സ്വപ്നത്തിൽ കാണപ്പെട്ടപ്പോൾ ഫഖീല ലഹു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു മാ ഫഅല അല്ലാഹു ബിക എന്താണ് അല്ലാഹു നിങ്ങളെ കൊണ്ട് ചെയ്തത്? ഫഖാല അപ്പോൾ ഇയാൾ പറഞ്ഞു ദഅനി ഇന്നെ ഒഴിവാക്കുക ഫഇന്നീലം അതമക്കൻ മിൻ ഉസ്ലി യൗമൻ മിനൽ ജനാബ ഒരു ദിവസം എനിക്ക് വലിയ ശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കുളിക്കാണ്ട് അത് ശുദ്ധി വരുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അത് കാരണം ഫഅൽബസനില്ലാഹു സൗബൻ മിനൻ നാർ എന്നെ അല്ലാഹു നരകത്തിന്റെ തീയിനാലുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചിരിക്കുക. അതഖല്ലബു ഫീഹി അതിൽ കിടന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിയേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്മാൻ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ ലാ തുഖദ്ദിബുൽ മലായികത്തു മലക്കുകൾ അവരുടെ അടുത്തേക്ക് അടുക്കുക പോലുമില്ല. അങ്ങനത്തെ മൂന്ന് വിഭാഗം ആളുകളുണ്ട്. അതിൽപ്പെട്ടൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് ജനാപത്തുകാരൻ ഒരാൾക്ക് വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അത് കുളിക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. വുളു ചെയ്താലില്ല. വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അത് പഠിക്കുന്ന പാഠതാണ്. നമ്മൾ കുളിക്കല് നിർബന്ധമായിട്ടുണ്ട്, പക്ഷെ അടുത്ത നിസ്കാരം ആകുമ്പോഴത്തേനാണ് പെട്ടെന്ന് കുളിക്കേണ്ടത്. നിസ്കാരം ആവാൻ സമയം കുറെ ബാക്കിയുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കുളിക്കലാണ്. ഈ കുളിക്കലില്ലെങ്കിൽ ഒരു വുളു ചെയ്തിട്ടായിരിക്കണം പിന്നീടുള്ള ഒന്ന് ഉറങ്ങുകയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഒരു ചരിത്രം. അദ്ദേഹത്തിന് ഒരു തണുപ്പുള്ള രാത്രിയിൽ വളരെ നല്ല തണുപ്പ് പറഞ്ഞാല് വെള്ളം ഐസായി പോകുന്ന രാത്രിയിലാണ്, അത്രയും തണുപ്പുള്ള രാത്രിയിലാണ്. അങ്ങനെ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ജനാപത്തുണ്ടായി, വലിയ ശുദ്ധിണ്ടായി, സ്ഖലനം സംഭവിച്ചു. അങ്ങനെ ശക്തി ഞാൻ ആ പുഴയുടെ തീരത്തേക്ക് വഹുത്തസെടുത്തു, ഞാൻ അങ്ങനെ കുളിക്കും ചെയ്തു. എനിക്ക് തിൽക്കല്ലയില്ല. അങ്ങനെ ഞാൻ ഉറങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് വീണ്ടും സ്ഖലനം.
പരീക്ഷണമാണ്. അള്ളാഹുവിൽ കളിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം. എന്താ ചെയ്യാം? ശരിക്കും വാചശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുളിക്കാൻ തന്നെ സുബഹിന്റെ സമയമൊക്കെ കുളിച്ചാൽ അദ്ദേഹം അപ്പൊ തന്നെ കുളിച്ചു വന്ന് കിടന്നപ്പോൾ പിന്നീട് വീണ്ടും അപ്പത്തിൽ വീണ്ടും നിസ്കാരം ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും പോയി. അങ്ങനെ 40 തവണ ഭക്ത സ്ഥലത്തു ഫിഷത്തി ഞാൻ പുഴയുടെ തീരത്ത് പോയിട്ട് 40 മാറണം. ഞാൻ അവിടെ പോയിട്ട് കുളിച്ചു. കുളിക്കാതിന്റെ വെച്ചാൽ ആ വെള്ളം അത്രത്തോളം തണുപ്പുള്ള രാത്രിയാണ്. സുമ്മസായിരിക്കു. പിന്നെ ഞാൻ ഈവാൻ ആ കിസ്രയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് പിന്നെ ഞാൻ ഉറങ്ങിയില്ല. ഹൗഫൻ നോമി ഉറക്കം പൊടിച്ചൊക്കെ കയറിയിരുന്നു. അപ്പൊ അതിന് ശരീരമാകെ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പ്രയാസപ്പെട്ടു പോയി. അള്ളാഹു ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് എന്താ ചെയ്യാൻ. അപ്പൊ അതിൽ പഠിക്കേണ്ട പാഠം എന്താ വെച്ചാല് വലിയ അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുളിക്കലാണ് ഏറ്റവും അഫദലായതും. ഇനി അഥവാ കുളിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒളു ചെയ്ത ശേഷമായിരിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ ഉറക്കായാലും ഭക്ഷണം കഴിക്കാനൊക്കെ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ ദുനിയാവിൽ ആഖിറത്തിൽ വിജയിക്കുന്നവരെ കൂട്ടം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ മരണപ്പെട്ടവര് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.